എല്ലാവർക്കും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്രൂ ഗേജ് ആണ്. അപ്പോൾ നല്ല മഴയൊക്കെയാണ്, മടി പിടിച്ചിരിക്കാതെ പഠനമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഒരു കാര്യം, എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് 10 മാർക്ക് മാത്രമേ ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആരും ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ ജനറൽ ടോപ്പിക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ലെവൽ തന്നെയായിരിക്കും ചോദിക്കുക, +2 ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നും 10 മാർക്ക് ചോദ്യങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ചോദ്യം, സ്ക്രൂ ഗേജ് പ്രധാനമായും എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? സ്ക്രൂ ഗേജ് പ്രധാനമായും എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. നേർത്ത കമ്പികളുടെ വ്യാസവും ഷീറ്റുകളുടെ കനവും. സ്ക്രൂ ഗേജ് പ്രധാനമായും എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? നേർത്ത കമ്പികളുടെ വ്യാസവും ഷീറ്റുകളുടെ കനവും. സ്ക്രൂ ഗേജ് വളരെ കൃത്യതയോടെ ചെറിയ നീളങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. നേർത്ത കമ്പികളുടെ വ്യാസം, മെറ്റൽ ഷീറ്റുകളുടെ കനം എന്നിവ അളക്കാനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഒരു സ്ക്രൂ ഗേജിൻ്റെ പിച്ച് എന്നാൽ എന്താണ്? ഒരു സ്ക്രൂ ഗേജിൻ്റെ പിച്ച് എന്നാൽ എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. തിമ്പിൾ ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കുമ്പോൾ സ്ക്രൂ മുന്നോട്ട് നീങ്ങുന്ന ദൂരം, അതാണ് സ്ക്രൂ ഗേജിൻ്റെ പിച്ച്. അതായത് തിമ്പിൾ അല്ലെങ്കിൽ ഹെഡ് സ്കെയിൽ ഒരു തവണ പൂർണ്ണമായി കറക്കുമ്പോൾ സ്ക്രൂ ലീനിയർ സ്കെയിലിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ദൂരത്തെയാണ് പിച്ച് എന്ന് വിളിക്കുന്നത്. പിച്ച് കാണാനുള്ള ഒരു ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് മൂവ്ഡ് ഓൺ പിച്ച് സ്കെയിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫുൾ റൊട്ടേഷൻസ്. പിച്ച് എന്ന് വെച്ചാൽ തിമ്പിൾ അല്ലെങ്കിൽ ഹെഡ് സ്കെയിൽ ഒരു തവണ പൂർണ്ണമായി കറക്കുമ്പോൾ സ്ക്രൂ ലീനിയർ സ്കെയിലിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ദൂരം. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഒരു സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള സമവാക്യം ഏതാണ്? സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള സമവാക്യം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം, ചോദിക്കും. പിന്നെ ഒരു കാര്യം, വീഡിയോ പകുതി വെച്ച് നിർത്തരുത്. ലാസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി പറയും, കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. LC = പിച്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹെഡ് സ്കെയിൽ ഡിവിഷൻ. അതാണ് സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള സമവാക്യം. ഒരു സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. അത് എന്തായാലും ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണത്. ഒരു സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. ഇത് പിച്ചിനെ ഹെഡ് സ്കെയിലിലെ ആകെ ഡിവിഷനുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാണ് കണ്ടെത്തുന്നത്. ആണ് ഇക്വേഷൻ കൊടുത്തത്. LC = പിച്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹെഡ് സ്കെയിൽ ഡിവിഷൻ. ഇനി ഒരു പ്രോബ്ലമാണ്. ഒരു സ്ക്രൂ ഗേജിൻ്റെ പിച്ച് 1 mm ഹെഡ് സ്കെയിലിലെ ആകെ ഡിവിഷനുകൾ 100 ആയാൽ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയായിരിക്കും? നമ്മൾ ഇക്വേഷൻ നേരത്തെ പഠിച്ചു, അത് വെച്ചിട്ട് നേരെ കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് പേപ്പറിൽ എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 0.01 mm. ഇക്വേഷനിൽ അപ്ലൈ ചെയ്താണ്. പിച്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹെഡ് സ്കെയിൽ ഡിവിഷൻ. പിച്ച് 1 mm കൊടുത്തിട്ടുണ്ട്, അതുപോലെ ടോട്ടൽ ഹെഡ് സ്കെയിൽ ഡിവിഷൻ 100. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.01 mm എന്ന് ആൻസർ കിട്ടും. പ്രോബ്ലം അധികം ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇനി എങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത്, സ്ക്രൂ ഗേജിൽ അമിതമായി ബലം പ്രയോഗിക്കുന്നത് തടയാനും കൃത്യമായ റീഡിംഗ് ലഭിക്കാനും സഹായിക്കുന്ന ഭാഗം ഏതാണ്? സ്ക്രൂ ഗേജിൽ അമിതമായി ബലം പ്രയോഗിക്കുന്നത് തടയാനും കൃത്യമായ റീഡിംഗ് ലഭിക്കാനും സഹായിക്കുന്ന ഭാഗം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, റാച്ചറ്റ്. സ്ക്രൂ ഗേജിൽ അമിതമായി ബലം പ്രയോഗിക്കുന്നത് തടയാനും കൃത്യമായ റീഡിംഗ് ലഭിക്കാനും സഹായിക്കുന്ന ഭാഗം, റാച്ചറ്റ്. അളക്കേണ്ട വസ്തുവിൽ സ്ക്രൂ മുട്ടുമ്പോൾ അമിതമായി ടോർക്ക് കൊടുക്കാതിരിക്കാൻ റാച്ചറ്റ് സഹായിക്കുന്നു. ഇത് തിരിക്കുമ്പോൾ ക്ലിക്ക് ശബ്ദം കേട്ടാൽ സ്ക്രൂ കൃത്യമായി വസ്തുവിൽ മുട്ടി എന്ന് മനസ്സിലാക്കാം. ആ വിശദീകരണം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക, റാച്ചറ്റ്. അടുത്ത ആറാമത്തെ ചോദ്യം, സ്ക്രൂ ഗേജിൻ്റെ 2 അഗ്രങ്ങൾ തമ്മിൽ മുട്ടി നിൽക്കുമ്പോൾ ഹെഡ് സ്കെയിലിലെ 0 ഇൻഡെക്സ് ലൈനിന് നേരെ താഴെയാണെങ്കിൽ ആ തെറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്ക്രൂ ഗേജിൻ്റെ 2 അഗ്രങ്ങൾ തമ്മിൽ മുട്ടി നിൽക്കുമ്പോൾ ഹെഡ് സ്കെയിലിലെ 0 ഇൻഡെക്സ് ലൈനിന് നേരെ താഴെയാണെങ്കിൽ ആ എറർ. ആൻസർ വരുന്നത് പോസിറ്റീവ് 0 പിശക്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ +0 എറർ എന്ന് പറയും. അതായത് ഹെഡ് സ്കെയിലിലെ 0 ലൈൻ ഇൻഡെക്സ് ലൈനിന് താഴെയാണെങ്കിൽ അതിനെ +0 പിശക് എന്ന് പറയുന്നു. ഇത് തിരുത്താൻ ഫൈനൽ റീഡിങ്ങിൽ നിന്നും ഈ പിശക് കുറയ്ക്കേണ്ടതുണ്ട്. ഇതാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണെന്ന്, ലാസ്റ്റ് നോട്ട്സ് നോക്കുമ്പോൾ പറഞ്ഞു തരാം എന്താണെന്ന്.
അടുത്ത ചോദ്യം, ഹെഡ് സ്കെയിലിലെ 0 ഇൻഡെക്സ് ലൈനിന് മുകളിലാണെങ്കിൽ ഉണ്ടാകുന്ന പിശക് ഏതാണ്? ഹെഡ് സ്കെയിലിലെ 0 ഇൻഡെക്സ് ലൈനിന് മുകളിലാണെങ്കിൽ ഉണ്ടാകുന്ന എറർ. ആൻസർ നെഗറ്റീവ് 0 പിശക്. ഹെഡ് സ്കെയിൽ 0 ഇൻഡെക്സ് ലൈനിന് മുകളിലേക്ക് പോയാൽ അത് നെഗറ്റീവ് 0 പിശകാണ്. ഇത് തിരുത്താൻ ഫൈനൽ റീഡിങ്ങിനോട് ഈ തുക കൂട്ടണം. അത് എററിൽ പറയുന്നുണ്ട്, നമുക്ക് അവിടെ നോക്കാം. ഒരു സ്ക്രൂ ഗേജിൻ്റെ പ്രധാന പ്രവർത്തന തത്വം എന്താണ്? ഒരു സ്ക്രൂ ഗേജിൻ്റെ പ്രധാന പ്രവർത്തന തത്വം എന്താണ്? ആൻസർ ഓപ്ഷൻ സി. സ്ക്രൂ ഗേജിൻ്റെ പ്രധാന പ്രവർത്തന തത്വം, സ്ക്രൂവിൻ്റെ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് സ്ക്രൂ എന്ന് പറയും. അതായത് ഒരു നട്ടിനുള്ളിൽ കിടക്കുന്ന സ്ക്രൂ തിരിക്കുമ്പോൾ അത് മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങുന്നു എന്ന തത്വത്തിലാണ് സ്ക്രൂ ഗേജ് പ്രവർത്തിക്കുന്നത്. ഈ ലീനിയർ ചലനം കറങ്ങുന്ന ചലനത്തിന് ആനുപാതികമായിരിക്കും. അടുത്ത ചോദ്യം, ദീർഘകാലത്തെ ഉപയോഗം കൊണ്ട് സ്ക്രൂവിൻ്റെ തേയ്മാനം കാരണം ഉണ്ടാകുന്ന എറർ ഏതാണ്? ദീർഘകാലത്തെ ഉപയോഗം കൊണ്ട് സ്ക്രൂവിൻ്റെ തേയ്മാനം കാരണം ഉണ്ടാകുന്ന എറർ. ആൻസർ ഓപ്ഷൻ ബി, ബാക്ക്ലാഷ് എറർ. സ്ക്രൂ ഗേജ് പഴകുമ്പോൾ അതിൻ്റെ ത്രെഡുകൾ തമ്മിൽ തേയ്മാനം സംഭവിക്കുന്നു. അതിനാൽ തിമ്പിൾ വിപരീത ദിശയിലേക്ക് തിരിക്കുമ്പോൾ സ്ക്രൂ പെട്ടെന്ന് നീങ്ങാതെ ചെറിയൊരു താമസം ഉണ്ടാകുന്നു. ഇതിനെയാണ് ബാക്ക്ലാഷ് എറർ എന്ന് വിളിക്കുന്നത്. ഒരു വശത്തേക്ക് മാത്രം തിരിച്ച് റീഡിംഗ് എടുത്താൽ ഇത് ഒഴിവാക്കാം. അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ്. ഒരു സ്ക്രൂ ഗേജിൻ്റെ ആകെ റീഡിംഗ് കാണാനുള്ള ശരിയായ സമവാക്യം ഏതാണ്? ഒരു സ്ക്രൂ ഗേജിൻ്റെ ടോട്ടൽ റീഡിംഗ് കാണാനുള്ള ശരിയായ സമവാക്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, PSR + HSR × LC. അതിൽ PSR എന്ന് പറഞ്ഞാൽ പിച്ച് സ്കെയിൽ റീഡിംഗ് ആണ്, HSR ഹെഡ് സ്കെയിൽ കോയിൻസിഡൻസ്, LC ലീസ്റ്റ് കൗണ്ട്. സ്ക്രൂ ഗേജിൻ്റെ കൃത്യമായ അളവ് ലഭിക്കാൻ പിച്ച് സ്കെയിൽ റീഡിങ്ങിനോട് ഹെഡ് സ്കെയിൽ റീഡിങ്ങും ലീസ്റ്റ് കൗണ്ടും തമ്മിൽ ഗുണിച്ച് തുക കൂട്ടണം. അതാണ് ഇക്വേഷൻ. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചാൽ മതി. PSR + HSR × LC സ്ക്രൂ ഗേജിൻ്റെ ടോട്ടൽ റീഡിംഗ് കാണാനുള്ള ഇക്വേഷനാണ്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിലേക്ക് കിടക്കാം. ആദ്യം എന്താണ് സ്ക്രൂ ഗേജ് എന്ന് നോക്കാം. നേർത്ത കമ്പികളുടെ വ്യാസം, മെറ്റൽ ഷീറ്റുകളുടെ കനം, ഗ്ലാസ് പ്ലേറ്റുകളുടെ കനം എന്നിവ വളരെ കൃത്യതയോടെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അതാണ് സ്ക്രൂ ഗേജ്. എൻ്റെ പ്രിൻസിപ്പിൾ സ്ക്രൂവിൻ്റെ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് സ്ക്രൂ. അത് പറയുന്നത് ഒരു നട്ടിനുള്ളിൽ കിടക്കുന്ന സ്ക്രൂ തിരിക്കുമ്പോൾ അത് ലീനിയറായി മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങുന്നു. അതാണ് പ്രിൻസിപ്പിൾ. ഇനി ഒരു സ്ക്രൂ ഗേജിൻ്റെ പ്രധാന ഭാഗങ്ങൾ നോക്കാം. യു ഷേപ്പ്ഡ് ഫ്രെയിം, ഉപകരണത്തിന് ദൃഢത നൽകുന്ന ഫ്രെയിം. സ്റ്റഡ്, ആൻവിൽ ആൻഡ് സ്പിൻഡിൽ, അളക്കേണ്ട വസ്തു ഇവയ്ക്കിടയിലാണ് വയ്ക്കുന്നത്. സ്പിൻഡിലാണ് മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നത്. പിന്നെ പിച്ച് സ്കെയിൽ അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ എന്ന് പറയും, മില്ലിമീറ്ററിൽ അളവുകളുള്ള പ്രധാന സ്കെയിൽ. പിന്നെ ഹെഡ് സ്കെയിൽ അല്ലെങ്കിൽ സർക്കുലർ സ്കെയിൽ എന്ന് പറയും, തിമ്പിളിന്മേൽ വട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്കെയിൽ. സാധാരണയായി 50 അല്ലെങ്കിൽ 100 ഡിവിഷനുകൾ ഉണ്ടാകും. പിന്നെ വരുന്നതാണ് റാച്ചറ്റ്, വസ്തുവിന്മേൽ അമിതമായി ബലം പ്രയോഗിക്കുന്നത് തടയാൻ സഹായിക്കുന്നു. കൃത്യമായ ടോർക്ക് എത്തുമ്പോൾ ഇത് ക്ലിക്ക് ശബ്ദം പുറപ്പെടുവിക്കും. ഇത്രയാണ് പാർട്സ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ വരുന്നത് ഫോർമുലാസ് ആണ്. ഒന്നാമത്തത് പിച്ച് കാണാനുള്ള. തിമ്പിൾ ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാകുമ്പോൾ സ്ക്രൂ മുന്നോട്ട് നീങ്ങുന്ന ദൂരം, അതാണ് പിച്ച്. ഡിസ്റ്റൻസ് മൂവ്ഡ് ഓൺ പിച്ച് സ്കെയിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫുൾ റൊട്ടേഷൻസ്. അടുത്ത ഫോർമുല ലീസ്റ്റ് കൗണ്ട് കാണാനുള്ളതാണ്. ഉപകരണം കൊണ്ട് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ്, LC = പിച്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ് സ്കെയിൽ ഡിവിഷൻസ്. സാധാരണ ലാബുകളിൽ ഉപയോഗിക്കുന്ന സ്ക്രൂ ഗേജിൻ്റെ പിച്ച് 1 mm ഹെഡ് സ്കെയിൽ ഡിവിഷൻ 100 ആയിരിക്കും. അതിനാൽ അതിൻ്റെ LC 1/100 0.01 mm അഥവാ സെൻറ്റിമീറ്ററിൽ 0.001 സെൻറ്റിമീറ്റർ. ഇനി വരുന്നത് ടോട്ടൽ റീഡിംഗ് കാണാനുള്ളത്. ടോട്ടൽ റീഡിംഗ് = PSR + HSR × LC. PSR പിച്ച് സ്കെയിൽ റീഡിംഗ്, HSR ഹെഡ് സ്കെയിൽ കോയിൻസിഡൻസ്, ഇൻഡെക്സ് ലൈനുമായി ഒത്തുപോകുന്ന ഹെഡ് സ്കെയിൽ ഡിവിഷൻ. അപ്പോൾ ടോട്ടൽ റീഡിംഗ് PSR + HSR × LC. അതൊന്ന് നോക്കി വെക്കുക. ഇനി സീറോ എററും അതിൻ്റെ കറക്ഷൻസാണ് പറയുന്നത്. സ്റ്റഡും സ്പിൻഡിലും തമ്മിൽ മുട്ടിയിരിക്കുമ്പോൾ ഹെഡ് സ്കെയിലിലെ സീറോ ലൈൻ മെയിൻ സ്കെയിലിലെ ഇൻഡെക്സ് ലൈനുമായി
കൃത്യമായി ഒത്തുപോയില്ലെങ്കിൽ അവിടെ സീറോ എറർ ഉണ്ടാകും. ആദ്യത്താണ് നോ സീറോ എറർ. ഹെഡ് സ്കെയിൽ സീറോ ഇൻഡെക്സ് ലൈനുമായി കൃത്യമായി ഒത്തുപോയാൽ അവിടെ എറർ ഇല്ല. അതാണ് നോ സീറോ എറർ. ഈ പോസിറ്റീവ് എറർ എങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ ഹെഡ് സ്കെയിൽ സീറോ ഇൻഡെക്സ് ലൈനിൽ താഴെയാണെങ്കിൽ. അതിലെങ്ങനെയാണ് കറക്ഷൻ വരുത്തുകയെന്ന് വെച്ചാൽ ഫൈനൽ റീഡിങ്ങിൽ നിന്നും ഈ തുക കുറയ്ക്കണം, നെഗറ്റീവ് കറക്ഷൻ. പിന്നെ വരുന്നത് നെഗറ്റീവ് സീറോ എറർ. ഹെഡ് സ്കെയിൽ സീറോ ഇൻഡെക്സ് ലൈനിൽ മുകളിലാണെങ്കിലാണ് നെഗറ്റീവ് സീറോ എറർ ഉണ്ടാകുന്നത്. അതിൻ്റെ കറക്ഷൻ വരുന്നത് ഫൈനൽ റീഡിങ്ങിനോട് ഈ തുക കൂട്ടണം. അതാണ് പോസിറ്റീവ് കറക്ഷൻ എന്ന് പറയും. ഈ നോട്ടൊന്ന് സമാധാനത്തോടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അവസാനത്തെ എറർ വരുന്നത് ബാക്ക്ലാഷ് എറർ. ദീർഘകാലത്തെ ഉപയോഗം കൊണ്ട് സ്ക്രൂവിൻ്റെ ത്രെഡുകൾക്കിടയിൽ ഉണ്ടാകുന്ന തേയ്മാനം, അങ്ങനെയാണ് ഈ എറർ സംഭവിക്കുന്നത്. ബാക്ക്ലാഷ് എറർ. തിമ്പിൾ വിപരീത ദിശയിലേക്ക് തിരിക്കുമ്പോൾ സ്ക്രൂ പെട്ടെന്ന് നീങ്ങാതെ ചെറിയൊരു താമസം ഉണ്ടാകുന്നു. അതിനുള്ള പരിഹാരം പറയുന്നത് റീഡിംഗ് എടുക്കുമ്പോൾ സ്ക്രൂ എപ്പോഴും ഒരേ ദിശയിലേക്ക് മാത്രം തിരിക്കുക. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ബാക്ക്ലാഷ് എറർ. ഇത്രയാണ് വരുന്നത് ക്ലാസ്. കുറച്ചൊന്ന് ലെങ്ത്ത് കൂടിയിട്ടുണ്ടാവും. ഞാൻ പോയിൻ്റ് ഒന്ന് ആഡ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക, ക്ലാസ് കേൾക്കുക. ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാരോമീറ്റർ നോക്കാം. എല്ലാവർക്കും താങ്ക് യു.